സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്ന് പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് വലിയ മാർച്ചായി തന്നെ പോവുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരുടെ തീരുമാനം. അല്പസമയത്തിനകം പുത്തരിക്കണ്ടം മൈതാനത്ത് വലിയ സമാപന സമ്മേളനത്തിന് തുടക്കമാവുകയും ചെയ്യും. ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരുകയാണ്. എന്തൊക്കെയായിരിക്കും രാഷ്ട്രീയ പ്രഖ്യാപനം എന്നുള്ളത് വലിയ കൗതുകമാണ്. രാഹുൽ ഗാന്ധിയാണ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രചാരണ പരിപാടികൾക്ക് കൂടി തുടക്കമാകുകയാണ് ഇതോടെ എന്നുള്ളതാണ് UDF അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്. MJ പ്രദേശ് പുത്തരിക്കണ്ടത്ത് നിന്ന് നമ്മളോടൊപ്പം ചേർന്നുണ്ട്. പ്രദേശ്, ഈ പുതുയുഗ യാത്ര എന്ന് പറയുന്നത് വെറും ഒരു രാഷ്ട്രീയ യാത്ര എന്ന നിലയ്ക്ക് അല്ല അതിനെ കാണേണ്ടത്. അത് ഞങ്ങളുടെ പ്രഖ്യാപനമാണ്. കേരളത്തെ മുഴുവൻ കേട്ടതാണ്. കേരളത്തിന് എന്താണ് വേണ്ടത് എന്ന തിരിച്ചറിവാണ് പുതുയുഗ യാത്ര നൽകിയത്. ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകളും അതിനനുസരിച്ചുള്ള വലിയ ആൾക്കൂട്ടവും അവിടെ കാണാൻ കഴിയുന്നുണ്ടോ? മധു, തീർച്ചയായും നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന UDF-നെ സംബന്ധിച്ച് വളരെ നിർണായകമായിരുന്നു പുതുയുഗ യാത്ര. അത് 23 ദിവസം പിന്നിട്ട പുത്തരിക്കണ്ടം മൈതാനത്ത് സമാപിക്കുമ്പോൾ കോൺഗ്രസ് അണികളെ സംബന്ധിച്ച് വലിയ വികാരമാണ്. കാരണം ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അണികൾക്കിടയിൽ അത് വലിയ ഊർജ്ജമുണ്ടാക്കാൻ പ്രതിപക്ഷ നേതാവിന്റെ ഈ യാത്രയ്ക്ക് കഴിഞ്ഞു എന്ന് തന്നെ UDF-ൽ തന്നെ വലിയ വിലയിരുത്തലുണ്ട്. ഇന്ന് ഏവരും ഉറ്റുനോക്കുന്നത് ഈ രാഹുൽ ഗാന്ധി ഈ പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തുമ്പോൾ നടത്തുന്ന പ്രഖ്യാപനങ്ങളാണ്. നേരത്തെ ഈ കർണാടകയിൽ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനങ്ങൾ, ഈ ഇന്ദിരാ ഗ്യാരണ്ടി പ്രഖ്യാപിച്ചിരുന്നു. അത്തരത്തിലുള്ള നിർണായകമായ പ്രഖ്യാപനങ്ങൾ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നതാണ് അണികളടക്കം പ്രതീക്ഷിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ഈ പുത്തരിക്കണ്ടത്തെ പ്രധാന വേദിയിലാണ്. അണികൾ ഓരോരുത്തരും ഇവിടേക്ക് എത്തുന്നതേയുള്ളൂ. ഈ പല വേദികളായി തിരിച്ചിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് ഇരിക്കാനായി പ്രത്യേക ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. ഒപ്പം അതിന് പുറകിൽ മറ്റ് അണികൾക്കുൾപ്പെടെ ഇരിക്കാനുള്ള എല്ലാ ഇരിപ്പിടങ്ങളും സജ്ജമായിട്ടുണ്ട്. ഈ സമാപന സമ്മേളനത്തിനായുള്ള ഒരുക്കങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി ഒരുക്കങ്ങളെല്ലാം വിലയിരുത്തിയതാണ്. എന്തായാലും ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്. ഇനി സെക്രട്ടേറിയറ്റ് ആസാദ് ഗേറ്റിൽ നിന്ന് പ്രതിപക്ഷ നേതാവിന്റെ യാത്ര പുത്തരിക്കണ്ടം മൈതാനത്ത് എത്തിയാൽ മതി. അതിനുശേഷം 5 മണിയോടുകൂടി രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്തും. എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച ഈ യാത്ര, ഒപ്പം ഇവിടെ രാഹുൽ ഗാന്ധി നടത്താൻ പോകുന്ന പ്രഖ്യാപനങ്ങൾ, അത് വളരെ നിർണായകമാകും. പ്രധാനമായും സാധാരണക്കാർക്ക് ഗുണകരമാകുന്ന പ്രഖ്യാപനങ്ങൾ, ഇന്ദിരാ ഗ്യാരണ്ടികൾ ഈ വേദിയിൽ രാഹുൽ ഗാന്ധി നടത്തുമെന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് ക്യാപ്ഷൻ, UDF-ന്റെ തിരഞ്ഞെടുപ്പ് ക്യാപ്ഷൻ കൂടി ഈ വേദിയിൽ UDF അവതരിപ്പിക്കും. അത് കേരളം ജയിക്കും, UDF നയിക്കും എന്നുള്ള ക്യാപ്ഷനായിരിക്കും ഈ തിരഞ്ഞെടുപ്പിൽ UDF ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. അത്തരത്തിൽ വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ഉള്ളത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ വലിയ പ്രചരണ വിഷയങ്ങൾ UDF-നെ സംബന്ധിച്ചുണ്ടായിരുന്നു. 121ഓളം പൊതുസമ്മേളനങ്ങളിൽ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചാണ് പ്രതിപക്ഷ നേതാവ് യാത്ര തുടർന്നത്. അത് ശബരിമല സ്വർണ്ണക്കൊള്ളയായും സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വിഷയങ്ങൾ, ഒടുവിൽ PRD പരസ്യങ്ങൾ ഉൾപ്പെടെ വലിയ പ്രചരണ വിഷയമായി സർക്കാർ അതിനെ മാറ്റിയിരുന്നു. പ്രധാനമായും ഈ വേദിയിൽ ഉൾപ്പെടെ നിൽക്കുമ്പോൾ ഈ വലിയ ശരണം വിളികൾ ഉയർന്നു കേൾക്കാം. അതായത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ വിഷയമായി പ്രതിപക്ഷം മാറ്റുന്നുണ്ട്. രാഹുൽ ഗാന്ധി അടക്കം സർക്കാരിനെതിരെ ആ വിഷയത്തിൽ ഇന്ന് വലിയ വിമർശനം ഉന്നയിക്കുമെന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. ശരി, MG പ്രദേശും റോഷിപാലുമാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പുതുയുഗ യാത്രയ്ക്ക് അത് അർഹിക്കുന്ന തരത്തിലുള്ള വലിയ ഒരു വർണ്ണാഭമായ, വലിയ പ്രൗഢഗംഭീരമായ ഒരു പരിസമാപ്തി ഉണ്ടാകാൻ പോവുകയാണ് എന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഉത്സവത്തിന്റെ പ്രതീതിയോടുകൂടിയാണ് UDF അത് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് ത്രിവർണ്ണ ബലൂണുകൾ കാണാൻ കഴിയും, കാവടികൾ കാണാൻ കഴിയും. അങ്ങനെ പലതും അവിടെ ഒരു ഉത്സവ ഘോഷയാത്ര എന്ന നിലയ്ക്ക് തന്നെയാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിന്ന് പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് ആ മാർച്ച് പോകുന്നത്. ശേഷം വലിയ തോതിലുള്ള വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള സമാപന സമ്മേളനവും നടക്കും. രാഹുൽ ഗാന്ധിയാണ് ഉദ്ഘാടനം ചെയ്യുക. ആ സമയത്ത് നമുക്ക് ആ വാർത്തയിലേക്ക് തിരികെ വരികയും ചെയ്യാം.